ഹായ്, വെൽക്കം ടു പഠിക്കാം രസിക്കാം യൂട്യൂബ് ചാനൽ. മൂന്നാം ക്ലാസ്സുകാരുടെ EVS വർക്ക്ഷീറ്റാണ്. വിത്ത് ടേസ്റ്റ് വിത്ത് ഹെൽത്ത് അഥവാ രുചിയോടെ കരുത്തോടെ എന്നുള്ള ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ് ഏകദേശം. പിന്നെ ഇതിൽ ഇംഗ്ലീഷ് മീഡിയം മലയാളം മീഡിയം ഉള്ളവർക്കുള്ള ആക്ടിവിറ്റീസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. ആദ്യം തന്നെ ടീച്ചർ തന്നിട്ടുണ്ടായത് കുറച്ച് പച്ചക്കറികളുടെ പേരാണ്. എന്നിട്ട് ഇവിടെ നമ്മുടെ സംസ്ഥാനത്തുണ്ടാക്കാൻ പറ്റുന്നവ, പിന്നെ നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്നവ, ഇങ്ങനെ തരംതിരിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതാണ് ഇംഗ്ലീഷ് മീഡിയത്തിലുള്ള അതിൻ്റെ പേരുകൾ കൊടുത്തിരിക്കുന്നതാണ് കേട്ടോ ഞാൻ. ഇനി അടുത്തുള്ളവർ ആരൊക്കെയാണ്? വെണ്ട, മുളക്, ചീര, ചക്ക. അതായത് ഇവയൊക്കെ നമ്മൾ അത്യാവശ്യം കൃഷി ചെയ്ത് ഉണ്ടാക്കുന്നതാണ്. പക്ഷേ മുളകും ചക്കയൊക്കെ ഇപ്പോൾ കൊണ്ടുവരുന്നുണ്ട്, ചീരയും വെണ്ട, എന്നാലും നമുക്ക് കൃഷി ചെയ്യാൻ സാധിക്കുന്നുണ്ട് ഒരു വിധത്തിൽ. അകലെയുള്ളവർ, തക്കാളിയൊക്കെ നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ഭൂരിഭാഗവും നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവരികയാണ്. അതുപോലെ തന്നെ വഴുതന, പടവലം, ക്യാരറ്റ്, മാങ്ങ, പയർ, സവാള, മത്തൻ, ഇതൊക്കെ അകലെയുള്ളവർ, അതായത് കൊണ്ടുവരുന്നതാണ്. ഇനി ഇംഗ്ലീഷ് മീഡിയം ഉള്ളവർക്ക് ഫാർ ഫ്രം നിയർ ബൈ എന്നാണ് 2 കോളം വേണ്ടത്. എന്നിട്ട് ടിക്കിട്ടതൊക്കെ നമ്മളുടെ നിയർ ബൈ നമ്മളിവിടെ ഉൽപ്പാദിപ്പിക്കുന്നവയാണ് കേട്ടോ. ലേഡീസ് ഫിംഗർ, സ്പിനാച്ച്, ചില്ലി, ജാക്ക് ഫ്രൂട്ട്. ഇനി ഫാർ ഫ്രം ദൂരെയുള്ളത് ഏതൊക്കെയാണ്? അത് എഴുതിക്കോളൂട്ടെടുത്ത്. ടൊമാറ്റോ, ക്യാരറ്റ്, മാംഗോ, പീ, ഒണിയൻ, പംകിൻ, സ്നേക്ക് ഗാർഡ്, ബ്രിഞ്ചാൾ. സ്വന്തം പറമ്പിൽ നട്ടു വളർത്തുന്ന പച്ചക്കറികൾക്കും പഴങ്ങൾക്കും എന്തെല്ലാം മേന്മകളുണ്ട്? നമ്മളിപ്പോൾ ഇടയ്ക്ക് ചില പച്ചക്കറികളൊക്കെ നട്ടു വളർത്താറില്ല. അപ്പോൾ എന്തൊക്കെയാണ് മേന്മകൾ, ഗുണങ്ങളുണ്ടാവാറ്? പുതുമ നഷ്ടപ്പെടാതെ ഉപയോഗിക്കാം അല്ലേ? നമുക്ക് അങ്ങനെ പറിച്ചെടുത്ത് അപ്പം തന്നെ കറി വയ്ക്കാം. അമിതമായി രാസവളം ഉപയോഗിക്കുന്നില്ല, പിന്നെ രാസ കീടനാശിനികൾ ഉപയോഗിക്കുന്നില്ല. നല്ല രുചിയും ഗുണവും ഒക്കെ ലഭിക്കില്ലേ? കാരണം നമ്മളങ്ങനെ പുറത്തുനിന്നുള്ള കീടനാശിനികളൊന്നും തെളിക്കുന്നില്ല. അതുകൊണ്ട് നല്ല ടേസ്റ്റും ഉണ്ടായിരിക്കും, അതുപോലെ ഗുണവും കൂടുതൽ തന്നെയാണ്. പിന്നെ എന്തൊക്കെയാണ്? ആരോഗ്യം മെച്ചപ്പെടുത്താം, നമുക്ക് അധികം അസുഖങ്ങളൊന്നും വരില്ല. പിന്നെ മാലിന്യം കുറയ്ക്കാം. മാലിന്യം കുറയ്ക്കാമെന്ന് ഉദ്ദേശിക്കുന്നത്, പുറത്തുനിന്ന് പച്ചക്കറികളൊക്കെ വാങ്ങുമ്പോൾ നമ്മൾ അതിൽ കുറേ അങ്ങനെ കേടുകൾ, പുഴുക്കൾ വന്നിട്ട് അത് നമ്മൾ നട്ടുവളർത്തൽ ഉണ്ടായിരിക്കും. എന്നിരുന്നാലും കുറേയൊക്കെ ചീഞ്ഞ് പോകാനുള്ള ചാൻസും അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ അതേസമയം നമ്മൾ നട്ട് വളർന്നിട്ടുണ്ടെങ്കിൽ നല്ല ഫ്രഷ് ആയിരിക്കും. അപ്പോൾ നമുക്കത് കുറച്ചേ ഉള്ളുവെങ്കിലും നന്നായിട്ട് അധികം മാലിന്യങ്ങളും അതിൽ നിന്ന് കളയാൻ, വേസ്റ്റൊന്നും അങ്ങനെ അധികം ഉണ്ടായിരിക്കില്ല. പിന്നെ നമുക്ക് അത്യാവശ്യം എല്ലാ ഭാഗങ്ങൾ തന്നെയും ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇപ്പം അതായത് ഇപ്പോൾ ഒരു പച്ചക്കറിയുടെ തന്നെ, ഇപ്പോൾ വഴുതനങ്ങയുടെ ഒക്കെ ഒരു തണ്ട്, ഇപ്പോൾ ആ വഴുതന ഉണ്ടാവുന്നതിൻ്റെ അറ്റത്തൊക്കെ ഇതൊക്കെ അതൊക്കെ നമുക്ക് നമ്മൾ വീട്ടിൽ വെച്ചുണ്ടാക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ കറിയിൽ മുറിച്ചിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഒരു പച്ച കളറിലുണ്ടായിരിക്കും. പക്ഷേ പുറത്തുനിന്ന് വാങ്ങുന്നുണ്ടെങ്കിൽ അതൊക്കെ കളയുന്നതാണ് നല്ലത്. What are the merits of the vegetables and fruits cultivated in our own yard? Can use them fresh. Excess chemical fertilizers are not used. Chemical pesticides are not used. Provide food taste and nourishment. Reduce food waste. Improves our health. അതും കൂടി ആഡ് ചെയ്യാം കേട്ടോ. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്, നമുക്ക് ഈ പച്ചക്കറികൾ അതൊക്കെ നട്ട് വളർത്തി നമ്മളത് ഉപയോഗിക്കുന്നതിലൂടെ, വീട്ടിൽ വളർത്തിയതൊക്കെ ആകുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കഴുകിയെടുത്താൽ മതി വേണമെങ്കിൽ. പക്ഷെ പുറത്തുനിന്ന് വാങ്ങുന്നത് നമ്മൾ നല്ലോണം മഞ്ഞപ്പൊടി ഉപ്പൊക്കെ ഇട്ട് നല്ലോണം കഴുകണം. കാരണം അത് ഇങ്ങനെ കെമിക്കൽസ് ഇട്ടൊക്കെ ഇട്ട്, പിന്നെ പല കടകളിലൊക്കെ എത്ര നാളൊക്കെ ഇരുന്നിട്ട് നമുക്ക് വാങ്ങുന്നത്. അപ്പം അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട് കേട്ടോ. വീട്ടിലും വിദ്യാലയത്തിലും പച്ചക്കറിത്തോട്ടം. മികച്ച ഒരു പച്ചക്കറി തോട്ടത്തിനായി നമുക്ക് ശ്രമിക്കാം. എന്തെല്ലാം കാര്യങ്ങളാണ് ഇതിന് വേണ്ടത്? ആദ്യം തന്നെ എന്ത് വേണം? ഒരു പച്ചക്കറി തോട്ടം ഉണ്ടാക്കാനായിട്ട് ഒരു സ്ഥലം കണ്ടെത്തണം അല്ലേ? നമ്മളുടെ ഇപ്പോൾ പറമ്പിൽ ഏറ്റവും നല്ലൊരു സ്ഥലം കണ്ടെത്തി വയ്ക്കുക. വിത്തുകൾ സംഘടിപ്പിക്കണം. പിന്നെ ആവശ്യമുള്ള ഉപകരണങ്ങൾ സംഘടിപ്പിക്കൽ. ഇപ്പോൾ കൈക്കോട്ട്, അതുപോലെ തന്നെ എന്തൊക്കെയാണ് ഇപ്പോൾ വേണ്ട, കമ്പികളോ അങ്ങനെ, പിന്നെ വേലി കെട്ടാൻ എന്തെങ്കിലും വേണമെങ്കിൽ അങ്ങനെ ആവശ്യത്തിന് ഒരു കൃഷിക്ക് ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങളൊക്കെ സംഘടിപ്പിക്കുക. ജലസൗകര്യം ഒരുക്കണം, വെള്ളം വേണം അല്ലേ? പിന്നെ ഓരോരുത്തർക്കും ചുമതലകൾ നൽകൽ. ഇപ്പോൾ സ്കൂൾ കുട്ടികളൊക്കെ ആണെങ്കിൽ ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടി നൽകുക. ഒരാൾ വിത്ത് കൊണ്ടുവരൽ, അല്ലെങ്കിൽ ഒരാൾ ഇന്ന സ്ഥലത്തൊക്കെ കിളച്ച് മണ്ണ് റെഡിയാക്കൽ, ഒരാൾ നനയ്ക്കുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കൽ, അങ്ങനെ ഓരോന്ന് നൽകാം. വെജിറ്റബിൾ ഗാർഡൻ അറ്റ് ഹോം ആൻഡ് ഇൻ സ്കൂൾ. ലെറ്റ് us try to prepare a good vegetable garden. What all are required for this? Identifying a plot, collecting seeds, finding the required tools, preparing water facility, assigning responsibilities to each person. ഇനി അടുത്തത് നോക്കിയേ. ഡിഡ് യു സീ രമാസ് വെജിറ്റബിൾ ഗാർഡൻ? ബ്യൂട്ടിഫൈ ഇറ്റ് ഗിവിങ് അപ്രോപ്രിയേറ്റ് കളേഴ്സ്. എന്താ പറഞ്ഞിരിക്കുന്നത്? രമയുടെ ഇത് മലയാളം മീഡിയം ഉള്ളവർക്ക് ഇങ്ങനെ ഒരു പിക്ചർ കാണുന്നുണ്ട്. ഞാൻ പിന്നെ 2 പിക്ചറും കൊടുക്കണതിൽ അർത്ഥമില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പിക്ചർ നിങ്ങളുടെ മലയാളം മീഡിയത്തിൻ്റെ അല്ലെങ്കിൽ ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ ആയാലും ടെക്സ്റ്റിൽ കാണും. ഇതെന്ത് ചെയ്യണം? ഇതിലത്തെ പച്ചക്കറികൾക്കൊക്കെ അനുയോജ്യമായിട്ടുള്ള കളറുകൾ കൊടുക്കുക കേട്ടോ. നല്ല ഭംഗിയാക്കുക. കണ്ട, പൂമ്പാറ്റയുണ്ട്, പിന്നെ പല ഇലകൾക്കൊക്കെ പച്ച കളറൊക്കെ കൊടുക്കുക. അതുപോലെ തന്നെ പടവലങ്ങ,
പിന്നെന്താ കൈപ്പയ്ക്ക, കുമ്പളങ്ങ, മത്തങ്ങ, അങ്ങനെയൊക്കെ പല ഇതുകളൊക്കെ പച്ചക്കറികളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഇവയ്ക്കൊക്കെ പിന്നെ ഓരോന്ന് നിങ്ങൾക്ക് കാണുന്നതിലൊക്കെ കറക്റ്റായിട്ടുള്ള കളേഴ്സ് കൊടുക്കുക. വള്ളിക്കൊക്കെ പച്ച കളറൊക്കെ കൊടുക്കാവുന്നതാണ്. അപ്പോൾ കൂടുതൽ മനോഹരമാക്കുക കേട്ടോ. ഇനി അടുത്തതാണ് കൃഷി ചെയ്യാതിരിക്കാനുള്ള, അവിടെ ഒരു ദീർഘത്തിൻ്റെ കുറവുണ്ട് കേട്ടോ. കൃഷി ചെയ്യാതിരിക്കാനുള്ള കാരണങ്ങൾ കണ്ടെത്തുക. നമ്മൾ പലരും കൃഷി ചെയ്യുന്നില്ല, എന്തൊക്കെയായിരിക്കാം കാരണം? ഒന്ന്, താല്പര്യമില്ലായ്മ ആയിരിക്കും അല്ലേ. പലർക്കും താല്പര്യം ഉണ്ടാവില്ല കൃഷി ചെയ്യാനൊന്നും. പിന്നെ കൃഷി ചെയ്യാൻ ആവശ്യമുള്ള സ്ഥലമില്ലായ്മ. കൃഷി ചെയ്യാൻ സ്ഥലം ഉണ്ടാവണമെന്നില്ല, എത്രയൊക്കെ പറഞ്ഞാലും പലർക്കും. ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ എന്താ പറയുക, സ്ഥലങ്ങളൊക്കെ കുറച്ച് ബിൽഡിങ്ങൊക്കെ പണിതുകൊണ്ടേയിരിക്കുക. അപ്പോൾ സ്ഥലമല്ലേ ശരിക്കും. സമയത്തിൻ്റെ കുറവ്. ഇപ്പോൾ പലരും പണ്ടത്തെ ആൾക്കാരൊന്നുമല്ല, ഇപ്പോൾ വീട്ടിലെ അമ്മമാരും അച്ഛന്മാരും ഒക്കെ ജോലിക്ക് പോകുന്നവരാണ്. പണ്ടൊക്കെ എന്ന് പറയുന്നത് അമ്മമാരൊക്കെ വീട്ടിലാണ് കൂടുതലിരിക്കുന്നുണ്ട്, അത് ജോലിക്ക് പോകുന്നൊരു കുറവ്. പക്ഷേ ഇന്ന് പുരുഷന്മാരും സ്ത്രീകളും ജോലിക്ക് പോകുന്നുണ്ട്. അപ്പോൾ സമയത്തിൻ്റെ കുറവുണ്ട്. പിന്നെ വെള്ളത്തിൻ്റെ ലഭ്യതക്കുറവ്. പല ഏരിയകളിലും പൈപ്പ് വാട്ടറൊക്കെ ആയിരിക്കും, അത് ഈ പൈസ കൊടുത്ത് വാങ്ങുന്ന വെള്ളമൊക്കെ ആയിരിക്കും. അപ്പോൾ അത് അവരുടെ ആവശ്യങ്ങൾക്ക് തന്നെ തികയുന്നുണ്ടായിരിക്കില്ല. പിന്നെ ഇപ്പോൾ നമ്മൾ പച്ചക്കറികൾ നനയ്ക്കാന്ന് പറയുന്നത് പോസിബിൾ ആയിരിക്കില്ലല്ലോ. പിന്നെ പണമില്ലായ്മ. ചിലർക്ക് ഇപ്പോൾ ഇതൊക്കെ വാങ്ങാനും, നമ്മളൊരു പച്ചക്കറി കൃഷി നടത്താൻ തുടങ്ങിയാൽ കുറച്ചൊക്കെ ഒരു പണച്ചെലവുള്ള കാര്യം തന്നെയാണ്. കാരണം വെറുതെ നട്ടാൽ മാത്രം പോരാ, അതിനാവശ്യമായിട്ടുള്ള എല്ലാ രീതിയിലും പരിചരിക്കണം. കുറച്ചെങ്കിലും നമുക്കറിയാം, വെറുതെ ഇപ്പോൾ ഒരു വിത്ത് നട്ടിട്ട് വെറുതെ അങ്ങനെ ഉണ്ടായി വരില്ല. അതിനെന്തായാലും എന്ത് വേണം? ചില സ്ഥലങ്ങളിലൊക്കെ അങ്ങനെ ഉണ്ടായിരിക്കുള്ളൂ. ചില സ്ഥലങ്ങളൊക്കെ നമ്മൾ എന്താണ്, അത്യാവശ്യം കുറച്ച് നമ്മുടെ നാടനായിട്ടുള്ള വളങ്ങളൊക്കെ വാങ്ങിയിടുകയോ, അല്ലെങ്കിൽ പിന്നെന്താ പറയുക, എന്തെങ്കിലും കുറച്ച് കീടങ്ങൾ വരാതിരിക്കാനായിട്ട്, ഞാൻ ഉദ്ദേശിക്കുന്നത് കീടനാശിനികളല്ല, എന്നിരുന്നാലും പലതൊക്കെ വാങ്ങി തെളിക്കേണ്ടിയൊക്കെ വരും. അപ്പോൾ ഇതിനൊക്കെയുള്ള കുറച്ച് പൈസയുടെ ചിലവൊക്കെ വരുന്നത്, അത് ചിലപ്പോൾ പലർക്കും കുറച്ച് കാര്യമായിട്ട് ചെയ്യാനായിട്ട് പണമില്ലായ്മ ഒരു കാരണമായിട്ട് വരാം. പിന്നെ പ്രകൃതി ദുരന്തങ്ങൾ. ചില സ്ഥലങ്ങളിൽ ഈ വർഷം മഴ വരുമ്പോൾ അവരുടെ എന്താ പറയുക, പറമ്പിലൊക്കെ നിറച്ച് വെള്ളം വന്ന് കൃഷിയൊക്കെ നശിച്ച് പോകുന്നൊരവസ്ഥയുണ്ട് മിക്ക വർഷങ്ങളിലും. അത് ഈ തീരപ്രദേശത്തിൻ്റെ അടുത്തുള്ളവർക്കൊക്കെ പ്രത്യേകിച്ച്. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ കൃഷി എന്ന് പറയുന്നത് വലിയ കാര്യം ഉണ്ടായിരിക്കില്ല. കാരണം അവർ നട്ടാലും അതാ വെള്ളം വരുമ്പോൾ തന്നെ പലതും നശിച്ചു പോകും. അപ്പോൾ അതൊരു പ്രശ്നമാണ്. ഫൈൻഡ് ഔട്ട് ദ റീസൺ ഫോർ നോട്ട് കൾട്ടിവേറ്റിംഗ്. ലാക്ക് ഓഫ് അഡ്വക്കേറ്റ് ഫിനാൻസ്, അതായത് പൈസ ഇല്ലായ്മ. ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ്, താല്പര്യമില്ലായ്മ. ഇൻഅഡ്വക്കേറ്റ് സപ്ലൈ ഓഫ് വാട്ടർ, വെള്ളത്തിൻ്റെ കുറവ്, ലഭ്യതക്കുറവ്. ലാക്ക് ഓഫ് ടൈം, സമയം ഇല്ലായ്മ. നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്, പ്രകൃതി ദുരന്തങ്ങൾ. പിന്നെ ലാക്ക് ഓഫ് സ്പേസ്, സ്ഥലം ഇല്ലാതെ വരുന്നത്. അപ്പോൾ ഇതൊക്കെ എന്താണ് കൃഷി ചെയ്യാതിരിക്കാനുള്ള കാരണം. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പൊതുവെ അറിയാമല്ലോ, ഇന്നൊക്കെ ഇപ്പോഴൊക്കെ കുന്നൊക്കെ ഇടിച്ച് എല്ലാം എന്താ പറയുക, കുന്നിടിക്കലും അങ്ങനെ ഒരുപാട് പ്രോബ്ലംസൊക്കെ ഉണ്ട്. ടെക്സ്റ്റിൽ തന്നെ ഒരു പിക്ചറൊക്കെ കൊടുത്തിട്ടുണ്ട്, അതിൽ തന്നെ കാണിച്ചിട്ടുണ്ട് കുന്നൊക്കെ ഇടിക്കുന്ന അങ്ങനത്തെ ഒക്കെ ഒരു പിക്ചറൊക്കെ. അപ്പോൾ കുറേ ബിൽഡിങ്ങൊക്കെ പണിതുകൊണ്ടിരിക്കുക, പാടങ്ങൾ അങ്ങനെയൊന്നും ഇല്ല. അപ്പോൾ അതിൻ്റേതായ, പിന്നെ പണ്ടത്തെക്കാളും ആൾക്കാരൊക്കെ എൻഗേജ്ഡ് ആണ് എന്തെങ്കിലും കാര്യങ്ങളിലൊക്കെ. ഏറ്റവും പണ്ട് കാലത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വീട്ടിൽ പുരുഷന്മാരൊക്കെ ജോലിക്ക് പോകും, വീട്ടിൽ അമ്മമാരൊക്കെ ഉണ്ടായിരിക്കും. പിന്നെ കൃഷി അവരുടെ ഒരു ഉപജീവന മാർഗം കൂടിയായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് കൃഷിയായിട്ട് ബന്ധപ്പെട്ടൊക്കെ അങ്ങനെ ചെയ്തിരുന്നു. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ഈ കൃഷി സ്ഥലങ്ങൾ കുറഞ്ഞതോടുകൂടി കൃഷി പലർക്കും ലാഭകരമല്ലാതായി തോന്നി തുടങ്ങി. അപ്പോൾ അവർ മറ്റു ജോലികൾക്ക് പോകും. അപ്പോൾ ഒരാൾ ജോലിക്ക് പോയതുകൊണ്ട് നമുക്കിപ്പോൾ ഒരു കുടുംബം നടക്കാൻ പറ്റണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് വീട്ടിലെ മാക്സിമം ആൾക്കാർ ജോലിക്ക് പോവുക, ബാക്കിയുള്ളവർ പഠിക്കാൻ പോവുക, രാത്രി വരുമ്പോഴേക്കും മറ്റു ജോലികളുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ കൃഷി എന്ന് പറയുന്നത് ഇന്ന് വളരെയധികം കുറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ എന്താണ് കുട്ടികൾ ചെയ്യുന്നത്? ഇപ്പോഴൊക്കെ വീട്ടിൽ വെറുതെ ഇരിക്കുകയാണല്ലോ. ഇപ്പോൾ ലോക്ക്ഡൗൺ ഒക്കെ കഴിഞ്ഞു, പിന്നെ ഇപ്പോൾ കൊറോണയായിട്ടും സ്കൂളൊന്നും തുറന്നിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാവുന്നത് എന്താണ്? കുറച്ച് വിത്തുകൾ, ഇപ്പോൾ ഒരു വിത്ത് പാക്കറ്റ് പുറത്തുനിന്ന് വാങ്ങണമെങ്കിൽ പോലും ഒരു 10 രൂപ അങ്ങനെയൊക്കെ ആവുള്ളൂ. അപ്പോൾ അതൊരു പാക്കറ്റ് വാങ്ങി നമ്മളുടെ വീടിനടുത്തുനിന്ന് തന്നെ എന്തെങ്കിലും ചാണകം അങ്ങനെയൊക്കെയുള്ള വളങ്ങളൊക്കെ ഇട്ട് നല്ല ഒരു പച്ചക്കറി തോട്ടമൊക്കെ അവനവന് പറ്റുന്ന രീതിയിൽ ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രവർത്തനം എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു.